ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് പുകയില എലിയെ അകറ്റി നിർത്താനും അതായത് തുരത്താനും കീടനാശിനിയായിട്ടും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് പുകയില, ഒരു തണ്ട് പുകയില ചെറിയ കഷ്ണമാക്കി വെള്ളം ഒഴിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് 24 മണിക്കൂർ ഇതിങ്ങനെ ഇരുന്നിട്ട് ഇതിനകത്തെ സത്ത് ഇറങ്ങും. ഈ സത്ത് എലി ഉള്ളിടത്തേക്ക് നമുക്ക് തളിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സത്ത് ഇറങ്ങി ഇതേപോലെ വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സത്ത് ഞാൻ എലിമാളങ്ങളിലൊക്കെ ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇത് ചെടിക്ക് നമുക്ക് പുകയില കഷായമാക്കാം, അതും കാണിക്കാം. പിന്നെ എലി എൻ്റെ കാറിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു വിദ്യ കണ്ടുപിടിച്ചത്. വെച്ച് കൊടുത്തതിന് ശേഷം എലി കാറിനകത്തേക്ക് കയറുന്നില്ല. മറ്റേത് കാറിൻ്റെ അടിവശത്തോടെ കയറിയിട്ട് വയറുകളൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു നല്ല ഒരു മാർഗമാണ് എലിയെ തുരത്താൻ, അകറ്റി നിർത്തും. ഇത് പുകയില കഷായം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കുറച്ച് എലിയെ തുരത്താനായിട്ട് എടുത്ത് മാറ്റി വെച്ചു. ബാക്കി ഞാൻ പുകയില കഷായമാക്കുകയാണ്. പുകയിലയുടെ സത്തെടുത്തതിനകത്തേക്ക് ഞാൻ സൺലൈറ്റിൻ്റെ ലിക്വിഡ് സോപ്പ് കൂടെ അല്പം ഇതിലേക്ക് ചേർക്കുന്നു. ഇനി ഇതിൽ ഇരട്ടി വെള്ളവും കൂടെ ചേർക്കും. ബാർ സോപ്പും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ 24 മണിക്കൂർ കഴിഞ്ഞ് എടുത്തപ്പോൾ ഇങ്ങനെ കണ്ടു. ഇനിയിപ്പോൾ ഇത് ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കറിവേപ്പിലോട്ടൊന്ന് തളിച്ച് കൊടുക്കുകയാണ്. എല്ലാം ഇങ്ങനെ തളിച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇതിൽ കറിവേപ്പിലൊക്കെ ഒരു തരം പുഴു കാണും. അതിൻ്റെ ഇലയെല്ലാം തിന്ന് നശിപ്പിക്കും. അപ്പോൾ അതൊന്നും ഉണ്ടാവാതെ കറിവേപ്പൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ തളർത്ത് നിൽക്കാൻ ഇത് സഹായിക്കുന്നു. ഇതിനും എല്ലാത്തിനും തളിച്ച് കൊടുക്കാം. ഇത് കറിവേപ്പിന് മാത്രമല്ല, എല്ലാ പച്ചക്കറികൾക്കും തളിച്ച് കൊടുക്കാം.